ഞാനൊരു സോഷ്യൽ മീഡിയ വർക്കറാണ്. 2 ചാനലിൻ്റെ ഓണർ കൂടിയാണ്. അഞ്ചുമുക്കിൽ എന്ന പേരിൽ 2 ചാനലുണ്ട്. നിയർ അബൌട്ട് 1 മില്യൺ അടുത്തേക്ക് വരുന്നു. 8-9 ലക്ഷം കടന്നു ഇപ്പോൾ. അതുവഴി ബ്രിഡ്കോ എന്ന ഒരു സ്ഥാപനം 1998 ആരംഭിക്കുമ്പോൾ സോഷ്യൽ മീഡിയയും ഇല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല. സ്മാർട്ട് ഫോണും ഇല്ല. അന്ന് മൊബൈൽ ഫോണേ ഉള്ളൂ. അങ്ങനെ മൊബൈൽ ഫോൺ സ്മാർട്ടായി, സ്മാർട്ട് സോഷ്യൽ മീഡിയ ആയി, പിന്നെ ഡിജിറ്റലായി. ഇനി ഇതാ നാളെ മെറ്റാവേഴ്സിലേക്ക് പോകണം. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒപ്പം നമ്മളും പോവാം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ എക്സ്പീരിയൻസ്, ചെറിയ വീഡിയോസ് ഉണ്ടാക്കി ഞാൻ മറ്റുള്ളവരിലേക്ക് കൊടുത്തു. അതൊരിക്കലും ഒരു സാമ്പത്തിക ബെനിഫിറ്റിനായിരുന്നില്ല. അങ്ങനെ കൊടുത്തത് കൊണ്ട് ജനങ്ങൾ അത് സ്വീകരിച്ചു. 1 രൂപയും ബൂസ്റ്റ് ചെയ്യാതെ, ഗൂഗിളിന് പേയ്മെൻറ്റ് കൊടുക്കാതെ, പെയ്ഡ് ആഡ് കൊടുക്കാതെയാണ് എൻ്റെ ചാനൽ ഇന്ന് 9 ലക്ഷം കടന്നത്. ഞാൻ അറിയാതെ എൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് ഒരുപാട് എണ്ണം അതിൽ വർദ്ധിച്ച് കൂടിയിരിക്കുന്നു. അവരേത് തരം കസ്റ്റമേഴ്സ് ആണെന്നാണ് ഞാൻ പഠിച്ചത്. ആദ്യം എൻ്റെ വ്യൂവേഴ്സ്, കസ്റ്റമേഴ്സ് ഏത് തരത്തിലുള്ളവരാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഫേസ്ബുക്ക് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തന്നു, അത്രയേ ഉള്ളൂ. എനിക്കിതൊന്നും അറിയില്ല. അവരെല്ലാം അവരുടെ വയസ്സ്, ലൊക്കേഷൻ, അവർ കൊടുത്ത പ്രൊഫൈൽ അനുസരിച്ച് എനിക്ക് നല്ലൊരു ചാർട്ട് തന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. അങ്ങനെ എളുപ്പമായപ്പോൾ ഞാൻ ചെറിയ ഒരു ടെക്സ്റ്റ് എഴുതി, ഇപ്പോഴല്ല, ഒരു 7 കൊല്ലം മുമ്പ് എഴുതി വിട്ടു. എനിക്ക് ഡിജിറ്റൽ ഈ മൾട്ടിമീഡിയ, ഡിജിറ്റൽ സോഷ്യൽ മീഡിയ എന്നെ ഹെൽപ്പ് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ എനിക്ക് ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. 25ഓളം കുട്ടികൾ, നിങ്ങളെപ്പോലുള്ള സ്മാർട്ടായ ചെറുപ്പക്കാരികളെ ഞാൻ വിളിച്ചില്ല. അതിന് കാരണമുണ്ട്. കാരണം പലയിടത്തേക്കും പല സമയത്തും യാത്ര ചെയ്യാൻ പറഞ്ഞയക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഇരുന്ന ജോബല്ല ഉദ്ദേശം. അതുകൊണ്ട് പെൺകുട്ടികളല്ല, ആൺകുട്ടികൾ വേണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ അവരെല്ലാവരുടെ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ BA ഉണ്ടായിരുന്നു, BCom ഉണ്ടായിരുന്നു, BTech ഉണ്ടായിരുന്നു, MTech ഉണ്ടായിരുന്നു. അതിനകത്ത് +2 മാത്രമുള്ള 3 കുട്ടികളുണ്ടായിരുന്നു. SSLC കഴിഞ്ഞിട്ടും ഒരുപാട് വർഷക്കാലം ഗൾഫിൽ പോയി വന്ന 2 പ്രവാസിയും അതിനകത്തുണ്ട്. അങ്ങനെ 25ഓളം ആളുകൾ എൻ്റെ വീട്ടുമുറ്റത്ത് നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. കുറേ ഫയലും കുറേ ടൈയൊക്കെ കെട്ടി, ചിലവരിങ്ങനെ ബലം പിടിച്ച്, ചിലർ ചിലർ ലാവിഷായി, ചിലരൊക്കെ അവിടെ നിന്ന് തന്നെ ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുറ്റത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു 10 പേരെ പ്രതീക്ഷ 25 ആൾ വന്ന് എന്തായാലും കട്ടൻ ചായയൊക്കെ കൊടുത്തു. എന്നിട്ട് എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തിയിട്ട് ചോദിച്ചു. ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചു, ഈ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ ഇല്ലാത്ത എന്തുണ്ട് നിങ്ങളെ കയ്യിൽ? കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിഗ്രി ഉണ്ട്, മാർക്ക് ഉണ്ട്, റാങ്ക് ഉണ്ട്, അവർ ഓക്കെയാണ്, സ്മൈലാണ്, പേഴ്സണാലിറ്റി ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ടാവും, വിവരമുണ്ട്, ഒക്കെ ഉണ്ട്. ആ സാധനം കയ്യിലുണ്ടല്ലോ അവരുടെ കയ്യിൽ, അതിൻ്റെ തെളിവല്ലേ? അതല്ലാതെ മറ്റെന്തുണ്ടെന്ന് ചോദിച്ചു. എന്തായിരിക്കും അവരുടെ ഉത്തരം? ഈ ചോദ്യം നാളെ നിങ്ങളോടാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? എന്തുണ്ട്? കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ പലപ്പോഴും ചോദിക്കും, എന്നെപ്പോലുള്ള കച്ചവടക്കാർ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, മറ്റു മാർക്കറ്റിംഗ് ആവട്ടെ, വട്ടവർ, ഇൻ്റർവ്യൂവിൽ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലാത്ത എന്തുണ്ട്, നിങ്ങളുടെ ഡിഗ്രി അല്ലാത്ത എന്തുണ്ട്? അതിൻ്റെ പേരാണ് സ്കിൽസ്. അതിൻ്റെ പേരിലാണ് ഇവർ സ്ഥാപനം ആരംഭിച്ചത് തന്നെ, സ്കിൽസ്. ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. ഇന്ന് ഞാൻ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് 25,000 പ്രൊഫഷണൽസിന് അമേരിക്കയിൽ നിന്ന് പിരിച്ചുവിടുന്നതാണ് കേട്ടത്. വിടാൻ പോകണു. ആര്? ആമസോണും ഗൂഗിളും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും. ഇവരൊക്കെ ഇന്ന് 25,000, അങ്ങനെ ഓരോ ദിവസം 50,000, 25,000, ഓരോ ലക്ഷം ആൾക്കാരെ പിരിച്ചുവിടുന്നു. എന്തിനാണ് ഇവരെ പിരിച്ചുവിടുന്നത്? അവർക്ക് പുതിയ സ്കില്ലില്ലാത്തത് കൊണ്ട്. പഴയ സ്കില്ല് മതി, ഇനി പുതിയ സ്കില്ല് വേണം. അതില്ലാത്തത് കൊണ്ട് അവരെ പിരിച്ചുവിട്ട് ന്യൂ ജനറേഷനായ നിങ്ങളെപ്പോലുള്ള സ്മാർട്ട് ജനറേഷൻ സ്കില്ലുണ്ടെങ്കിൽ അവരെടുക്കുന്നു. അവരൊരിക്കലും പൂട്ടാനല്ല പിരിച്ചുവിടുന്നത്, ആളെ റീപ്ലേസ് ചെയ്യാണ്. 5-10 വർഷക്കാലം എക്സ്പീരിയൻസ് ഉള്ളവർക്കും പുതിയ മേഖലയിൽ സ്കില്ലില്ലാത്തതുകൊണ്ട് പിരിച്ചുവിടുന്നു. അവിടെയാണ് നിങ്ങളുടെ സാധ്യത, സ്കോപ്പ്. ഡിഗ്രി കഴിഞ്ഞ് ഇത്തരം കോഴ്സൊക്കെ എടുത്ത് ഒരു അല്പം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാം. മറ്റെന്തുണ്ടെന്ന് ചോദിച്ചാൽ ഐ ക്യാൻ ഡു സോ ആൻഡ് സോ എന്നാണ് പറയാ. ഞാൻ ഇതുണ്ടാക്കും, അതുണ്ടാക്കും. ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ ഒരാൾ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് മുന്നോട്ട് പറഞ്ഞു, സാർ
എനിക്ക് മറ്റെന്തുണ്ട് എന്ന് എനിക്കൊരു അവസരം തന്നിട്ട് നിങ്ങൾ എന്നെ പരിശോധിക്കുകയും. ഇത് പറയാനുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടോ? എനിക്കൊരു അവസരം താ, എന്നിട്ട് നിങ്ങൾ പരിശോധിക്ക് മറ്റെന്തുണ്ട്, നിങ്ങളുടെ ജോബ് എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ മാനേജ് ചെയ്യണം, എൻ്റെ കമ്പനിക്ക് വേണ്ട, ഞാൻ കുറച്ച് കമ്പനികളെ നിങ്ങളെ ഏൽപ്പിക്കും, അതിൻ്റെ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷൻ നടത്തണം, പരസ്യം കൊടുക്കണം, അതിൽ പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കണം, വീഡിയോ നിങ്ങൾ ഉണ്ടാക്കണം, ലിങ്ക് നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ മറുപടി കൊടുക്കണം, പ്രൊഡക്റ്റിന്റെ ചിത്രം നിങ്ങൾ എടുക്കണം, നിങ്ങളത് കട്ട് ചെയ്യണം, നല്ല പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെ എങ്ങനെ ബിസിനസ് ഉണ്ടാക്കണം, അത് ഞാൻ നോക്കട്ടെ, ഞാൻ റെഡി. എത്ര മോനെ നിനക്ക് ശമ്പളം വേണ്ടതെന്ന് ചോദിച്ചു. എന്തായിരിക്കും നിങ്ങളെ മറുപടി? നമ്മളൊക്കെ മൈൻഡിൽ ഇപ്പോഴും 10,000 20,000 എന്നാ ഈ കുട്ടി എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ഈ കുട്ടി പറഞ്ഞത്, എനിക്കൊരു അവസരം തരൂ സാർ, എന്റെ പെർഫോമൻസ് അനുസരിച്ച് സാലറി താങ്കൾ നിശ്ചയിക്കൂ സാർന്ന്. അടിപൊളി. എന്താ ഇത് പറയാൻ നമുക്ക് പറ്റാത്ത? ബിക്കോസ് സ്കിൽസ്, കോൺഫിഡൻസ്. എനിക്കെന്തറിയാം എന്ന കോൺഫിഡൻസ് എനിക്കില്ലാത്തത് കൊണ്ടാണ് ഈ മറുപടി കിട്ടാത്തത്. ഇത് നാളെ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ പോയി പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്നവർക്ക് മുഴുവനും സ്പോട്ടിൽ ജോബാണ്. ആ 25 പേരെ പിന്നിലാക്കി അതിൽ ഞാൻ 10 പേരെടുത്തു. 10 പേരിൽ ഇവനെ പ്രത്യേക നോട്ട് ചെയ്തു, ഒരു ടാസ്ക് കൊടുത്തവർക്ക് ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് ഇതായിരുന്നു. ഏത്? നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റർ ഉണ്ടാക്കി. നിങ്ങളൊക്കെ പഠിച്ചത് തന്നെ. വെബ് ഉണ്ടാക്കി കാണിക്കുക, പോസ്റ്റർ ഉണ്ടാക്കി കാണിക്കുക, വീഡിയോ ഒന്ന് മുറിച്ച് കാണിക്കുക, ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി കാണിക്കുക. ദാറ്റ്സ് ഓൾ. ഒരു കുറച്ച് സോഷ്യൽ മീഡിയ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുന്നു. 9 പേരും പറഞ്ഞത് 10,000 20,000 30,000 എന്നൊക്കെ പറഞ്ഞു. ഓരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്റെ പെർഫോമൻസ് അനുസരിച്ച് എന്റെ ശമ്പളം ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞ ഷമീം എന്നൊരു കുട്ടീനെ ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ഓക്കെ ഗോ ഹെഡ്. അവനുണ്ടാക്കാൻ തുടങ്ങി, പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് എന്റെ ചാനലിൽ 60,000 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഒറ്റ മാസം കൊണ്ട് 1,00,000 ആക്കി തന്നു. ഉടനെ തന്നെ ഗൂഗിൾ എനിക്ക് ഒരു അവാർഡും തന്നു, സിൽവർ ബട്ടൺ അവാർഡ്. അതിന്റെ സെറിമണി ഉദ്ഘാടനത്തിന് ആ പ്രിയപ്പെട്ട ആ കുട്ടിയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. തീർന്നില്ല. അവന്റെ പെർഫോമൻസ് കണ്ടു. 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു, മോനെ എന്റെ ചാനലിൽ വഴി വരുന്ന വരുമാനത്തിന്റെ 10% നിനക്കാണ്. ആ സമയത്ത് 1,00,000 ആവറേജ് എന്റെ ചാനലിലൂടെ കിട്ടുന്നുണ്ട്. രൂപ മോണിറ്ററി ആഡ്സെൻസിലൂടെ, ആഡിലൂടെ, മാർക്കറ്റിംഗ് പ്രൊമോഷനിലൂടെ പൊതുജനങ്ങൾ തരുന്നത്. എന്റെ കമ്പനിയുടെ ആ ലാഭം ഞാൻ അവന് കൊടുക്കും തുറട്ടില്ലല്ലോ. ഇതിൽ നിന്ന് കിട്ടുന്ന 10% അവന് കൊടുക്കുക. അപ്പൊ അവന് 10,000 ഉറുപ്പിയായി അല്ലേ? അല്പം കൂടി കഴിഞ്ഞ് അതൊരു ഏകദേശം 2,00,000 കടന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞു, ഫേസ്ബുക്കും കടന്നു അതിലേക്ക് വന്നു. അപ്പൊ പറഞ്ഞു അവനോട്, എനിക്ക് 20% തരുന്നു. ഏകദേശം അവന്റെ വരുമാനം ഒരു 40,000 to 50,000 ആയി ഒരു കൊല്ലായപ്പോ. നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞു, ഈ ജോലിയൊക്കെ നീ മറ്റൊരാളെ പഠിപ്പിച്ചേക്ക് നീ. എന്നിട്ടോന്ന് വെച്ചാൽ എനിക്ക് വേറെ പണി തരാറ്. ഉടനെ തന്നെ അവൻ വേറൊരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് തറ പറ എന്ന് പറഞ്ഞു അത് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട്, സാർ ഞാനിപ്പോ ഫ്രീ ആണ് എങ്കിൽ 2 കമ്പനി അവനോട് ഏൽപ്പിച്ചു. അതിന്റെ CEO ആക്കി. ശമ്പളം എത്രയാന്ന് വെച്ചു. അതിന്റെ ഷെയർ 20% നിനക്ക് എന്ന് പറഞ്ഞ ഒരു 3 CR കമ്പനിയായിരുന്നു. അവനോട് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് അവൻ 4 കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. നല്ല കുട്ടിയായിരുന്നു. അതുകൊണ്ട് എന്റെ മോളെ ആണ് കെട്ടിച്ചു കൊടുത്തു. സത്യമായിട്ട്. കാരണം ഇനി ആ കമ്പനിയായിട്ട് അവൻ എവിടെ പോവാനാ? കൂടെ എന്റെ മോളും പോവില്ലേ? അവൻ രക്ഷപ്പെട്ട മകളും രക്ഷപ്പെടില്ലേ? എല്ലാവർക്കും കൂടെ ഒന്ന് കെട്ടിച്ചാൽ എന്റെ അടുത്ത് ഇനി ഇല്ലട്ടോ. ഇനി നാളെ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അതൊന്നും പറയാൻ വരണ്ട. ഞാൻ എന്തിനാണ് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്? എന്തിന്റെ പേരിലാണ്? എന്തായിരുന്നു ആ ചോദ്യം? ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് അപ്പുറം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നല്ലേ ചോദിച്ചത്. അതിന് മറുപടി പറയാൻ ഇന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെയും പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ മാസ വരുമാനം മേടിക്കാൻ ഈസിയാണ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇത്തരം യുവാക്കളെ, യുവതികളെ, സ്മാർട്ട് ജനറേഷനാണ് എന്നെ പോലുള്ള ഇൻഡസ്ട്രിക്ക് ആവശ്യം എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇവിടെ ഇഷ്ടം പോലെ ജോലി ഒഴിവുകളുണ്ട്. ജോലി ഇല്ലാതെ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവൻ പൊട്ടനാ, അവൻ മൊയന്ത മന്തപ്പ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ അവനോടെയോ കുറവുണ്ട്, കുഴപ്പമുണ്ട്. ഇത് എത്രാമത്തെ ഇന്റർവ്യൂ ആണെന്ന് ഞാൻ ചോദിക്കും. സത്യം പറയും ചിലവര്, ഇതെന്റെ 10ാമത്തെ. എന്തേ 9 പരാജയപ്പെട്ടു? അപ്പൊ അവൻ പറയും അവിടെ ആ പ്രശ്നം, ഇവിടെ പ്രശ്നം, ആ കമ്പനി, ഈ കമ്പനി. അവന്റെ പ്രശ്നം എന്ന് പറയില്ല. അയാൾ പറയണ എനിക്ക് പറ്റിയില്ല, ഞാൻ തോറ്റുപോയി, എനിക്ക് മാർക്ക് കിട്ടില്ല, ഇന്റർവ്യൂവിൽ ഞാൻ തോറ്റു, എന്റെ കുറവാണ്, ഓട്ടനെ ഞാൻ അവനെടുക്കും. ഒറ്റ കുട്ടി പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല.
ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒരു മൂന്നാമത്തെ ഇന്റർവ്യൂലെങ്കിലും നിങ്ങൾ പാസ്സായിരിക്കണം. അവിടെ പറയേണ്ട വാചകമാണ് ഈ പറയുന്നത്, സാർ എനിക്കൊരു അവസരം തരൂ, എനിക്കൊരു 6 മാസത്തെ സമയം തരി, 1 വർഷത്തെ സമയം തരി, എന്റെ പെർഫോമൻസ് ഈ കമ്പനിക്ക് ഗുണമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ വിലയിരുത്തിക്കോ. അതുവരെ എന്ത് വേതനം തന്നാലും ഞാൻ തയ്യാറാണ്. ഈ സ്ഥാപനത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് വേണം, എനിക്ക് സ്കില്ല് വേണം, എനിക്ക് അടുത്ത കമ്പനിയിൽ പോകുമ്പോൾ എനിക്ക് ഡാഷ് കമ്പനിയിൽ നിന്ന് പരിചയമുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. ആരും റെഡി ഓർ നോട്ട്? മൂന്നൊക്കെ ചൂണ്ടിയാണ് ചോദിച്ചാൽ ഏത് MD യോടോ അവിടെ വീഴാതിരിക്കുക.